السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. സമാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിലെ അവസാന 10 പ്രവേശിക്കാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അവസാന 10 എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ നാടുകളിലായി ഒരുക്കി വച്ചിട്ടുണ്ട്. നമുക്കത് ഇത്രമാത്രം പ്രയോജനപ്പെടുത്താൻ, നമ്മുടേതാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം ബാക്കിയാക്കി ഈ ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദർ അടക്കമുള്ള ഈ മഹാ അനുഗ്രഹങ്ങളെ എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ചിന്തയായിരിക്കണം ഈ നാളുകളിൽ നമുക്കുണ്ടാവേണ്ടത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ, ഇവിടുന്ന് ഒരുപാട് പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേട്ടതുപോലെ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. അള്ളാഹു വിശുദ്ധ ഖുർആൻ മനുഷ്യർക്കാകമാനം സന്മാർഗ ഗ്രന്ഥമായി അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ, നമുക്ക് സത്യവും അസത്യവും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകിയ പടച്ചവൻ സത്യത്തിനോടൊപ്പം നമ്മൾ നിൽക്കണമെന്ന, അതിന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം ചെയ്തു തന്നു എന്നതിൻ്റെ പേരിലാണ് ഒരു മാസക്കാലം നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത്. നമ്മൾ എന്ന മനുഷ്യൻ എന്ന ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ഭൂമിയിലൂടെ മതിമറന്ന് ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ഭൂമിയിലൂടെ ആർത്തട്ടഹസിച്ച് ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ഭൂമിയിലൂടെ എല്ലാം തനിക്ക് വേണമെന്ന സ്വാർത്ഥ ചിന്തയാൽ അപരന്റെ അവകാശങ്ങളൊക്കെ ഹരിച്ചു കളയുന്ന, ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഭാര്യയെയും മക്കളെയും ഒക്കെ കൊന്നൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ ഈ സൂചിപ്പിച്ച രീതിയിൽ മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇത്രമാത്രം പുരോഗതിയൊന്നുമില്ലാത്ത കാലഘട്ടം മുതൽ ഇത്തരത്തിലാണ് മനുഷ്യൻ അവന്റെ ആസ്വാദനത്തിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തുടരുകയാണ്, നാളെയും അത് തുടരും. നാളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള സുഖ സൗഭാഗ്യങ്ങൾ, ശാസ്ത്രീയ നേട്ടങ്ങൾ വരാൻ പോകുന്നൊരു കാലമാണ്. നമ്മളെ തന്നെ നിയന്ത്രിക്കുന്ന, നമ്മൾ സൃഷ്ടിച്ച വസ്തുക്കൾ ഉണ്ടാകാൻ പോകുന്ന കാലമാണത്. ഈ കാലഘട്ടം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, അക്കാലത്തും മനുഷ്യരെ സംസ്കരിച്ചെടുക്കാൻ വിശുദ്ധ ഖുർആനിന് കഴിയുമെന്ന പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തിയിരിക്കുന്നത്. ഷഹ്റു റമളാനുല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ കൃത്യമായ ഒരശേഷം സംശയത്തിന്റെയോ തെറ്റിന്റെയോ ലാഞ്ചനയില്ലാത്ത വിധത്തിൽ കൃത്യമായ തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നാവാനുള്ള ഒരു വഴി കാണിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ
ഒരു മാസക്കാലം നമ്മൾ വ്രതമെടുക്കണം എന്ന് വെച്ചാൽ ഒരു മാസക്കാലം നമ്മൾ സമരത്തിലാണ്, പോരാട്ടത്തിലാണ്. നമ്മെ തന്നെ സംസ്കരിച്ചെടുക്കുന്ന, ഖുർആന്റെ അനുയായിയാക്കുന്ന വലിയൊരു ജിഹാദ് നടത്താനുള്ള പരിശീലനമാണ് റമദാൻ എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാവാണല്ലോ ലൈലത്തുൽ ഖദ്ർ. 1000 മാസത്തേക്കാൾ പുണ്യമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ 83 വർഷക്കാലത്തിലധികമുള്ള ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ അവൻ എത്രമാത്രം പുണ്യം കരഗതമാക്കാൻ കഴിയുന്നുവോ ആ പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് നൽകുന്ന ദിവസം. അത്രമേൽ അള്ളാഹു അനുഗ്രഹം ഒരുക്കി വെച്ച മാസത്തിലൂടെ, ദിവസത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് അവസാനിക്കാൻ പോവുകയാണ്. റമദാൻ അവസാനിക്കാൻ പോവുകയാണ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷത്തെ റമദാനിൽ കൂടിയിട്ട് ഈ വർഷത്തെ റമദാനില്ല. അടുത്ത വർഷത്തെ റമദാനിൽ ഈ സൗഭാഗ്യം അനുഭവിച്ചറിയാൻ നമ്മളുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങളും ഈ സമയങ്ങളും ഉത്തമനായ ഒരു മനുഷ്യനായി, ഇഖ്ലാസുള്ള ഒരു മനുഷ്യനായി, ഖുർആന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായിയായി ജീവിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം നാം ഉയർത്തിക്കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ തുടക്കം തന്നെ പറയുകയാണ്, അലിഫ് ലാം മീം കിതാബുൻ അൻസൽനാഹു ഇലൈക ലിനുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അലിഫ് ലാം മീം, മനുഷ്യരെ അവന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഗ്രന്ഥമാണിത്. നമ്മൾ വെളിച്ചത്തിലേക്ക് പോകണം, നമ്മൾ വെളിച്ചത്തിലായിരിക്കണം. ഇരുട്ടിൽ അങ്ങനെ തപ്പിത്തടഞ്ഞ് ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ. അവന് വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് വെളിച്ചം? എന്താണ് ഇരുട്ട്? മനുഷ്യനെ സന്മാർഗ ഗ്രന്ഥമായി അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ ദൗത്യം എന്താണ് യഥാർത്ഥത്തിൽ? നമ്മൾ ഈ ഭൂമി ലോകത്ത് നമ്മളത് ഒന്നും സമ്മതപ്രകാരമല്ലാതെ ജനിച്ചു വന്നവരാണ്. ഈ ഭൂമിയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം അത്രയും നമ്മളിവിടെ ജീവിക്കും. ആരോഗ്യത്തോടെ ജീവിക്കുന്നവരുണ്ട്, ആരോഗ്യമില്ലാതെ ജീവിക്കുന്നവരുണ്ട്, സുന്ദരന്മാരുണ്ട്, അധികാരികളുണ്ട്, ഇതൊന്നുമില്ലാത്തവരുണ്ട്, എല്ലാമുണ്ട്. എല്ലാവർക്കും അള്ളാഹു നിശ്ചയിച്ച ഒരവധി വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. അവൻ പിന്നെ പിരിഞ്ഞു പോകണം, പോയേ പറ്റൂ. ഇതിനിടയിലുള്ള ഈ ഹ്രസ്വമായ ജീവിതത്തെ ഏത് വിധത്തിലാണ് സംസ്കരിച്ചെടുക്കേണ്ടത്? അങ്ങനെ സംസ്കരിച്ചെടുക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ആളുകൾ ആലോചിക്കുന്നുണ്ട്. പലരും പറയുന്നു അങ്ങനെ ഒരു സംസ്കരണത്തിന്റെ ആവശ്യമേ ഇല്ല. ഇതൊരു താൽക്കാലികമായ ഒരൊറ്റ ജീവിതം മാത്രമാണ്, ഇവിടെ പരമാവധി ആസ്വദിച്ച് കഴിയുക എന്നാണ്. ആ നിലയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയൊരു വരുമാനമുണ്ടെങ്കിൽ എനിക്ക് ആസ്വദിക്കാനുള്ള വഴികൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒരുപാട് പണം ലഭിക്കുന്ന സെലിബ്രിറ്റികളെ പോലെയുള്ളവർക്ക് അതനുസരിച്ച് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ഭൂമിയിലുണ്ട്. പക്ഷെ അവർ മാത്രമാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? നമ്മളിപ്പോൾ ഈ റമദാനിലൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയവരല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊന്നുമോൻ 2, 2.5, 3 വയസ്സുള്ള പൊന്നുമോൻ കരഞ്ഞു പറയുകയാണ്, എൻ്റെ അനിയത്തിക്ക് ക്യാൻസറാണ്, എൻ്റെ അനുജത്തിക്ക് ക്യാൻസറാണ്, ചികിത്സിക്കാൻ പണമില്ല, നിങ്ങൾ സഹായിക്കണമെന്ന് പറയുന്നത് ആ അനുജത്തിയുടെ 2 വയസ്സുള്ള അനുജത്തിയുടെ 1 വയസ്സ് മാത്രം മൂപ്പുള്ള മോനാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ബാപ്പയാണെങ്കിൽ വേറെ എന്തോ രോഗം കൊണ്ട് സംസാരശേഷി പോലും വേണ്ട വിധത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങനെ 100കണക്കിനല്ല 1000കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഒരാസ്വാദനവും അനുഭവിക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ രോഗശയ്യയിലാണ്. ആരോഗ്യം ക്ഷയിച്ച്
എഴുന്നേൽക്കാൻ പോയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന എത്ര ആളുകളുണ്ട്. ഇവർക്ക് ഈ ജീവിതം കൊണ്ടെന്ത് കാര്യമുള്ളത്? ഇവരെങ്ങനെയാ ആസ്വദിക്കുക? പണമുള്ളത് കൊണ്ട് മാത്രം അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. നമ്മൾ കുറെ പണം സഹായിച്ചു കൊടുത്താലും അതിന് കഴിയുകയില്ല. ശരീരം ചലിക്കാത്ത മനുഷ്യന്മാർ എങ്ങനെയാ ആസ്വദിക്കുക? അവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അവർക്കും സന്മാർഗ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അവരെയും പരിവർത്തിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വേണമെങ്കിൽ തന്റെ ശരീരത്തിന്റെ ആ ദുരവസ്ഥയിൽ സങ്കടപ്പെട്ട് നിരാശനായി പടച്ചവനെ കുറ്റം പറഞ്ഞ് ജീവിതത്തെ പഴിചാരി അങ്ങനെ ജീവിച്ചു മരിച്ചു പോകാം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അല്ല, ഈ ജീവിതം നിനക്ക് തന്നത് കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും നിനക്ക് പുണ്യമാക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവിലൂടെ ഒരായുഷ്കാലം മുഴുക്കയോ അല്ലെങ്കിൽ ഒരു സമയം മുഴുക്കയോ രോഗശയ്യയിൽ ക്ഷീണിതനായി നീ കിടക്കുന്നത് പോലും നിനക്ക് മഹാ അനുഗ്രഹമാണ്. നിന്റെ ഭാവനക്കപ്പുറമുള്ള മഹാ അനുഗ്രഹമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ഖുർആനിലൂടെ, അത് പ്രവാചക ചര്യയിലൂടെ അത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ ഖുർആനുമായി നമുക്ക് 20-22 ദിവസങ്ങളിൽ എത്രമാത്രം അടുത്ത് എന്നൊരു ചിന്ത വേണം. കാരണം തുടർന്നുള്ള 8-9 ദിവസങ്ങളിൽ നമുക്കത് എത്ര കഴിയുമെന്ന ഓർമ്മ കൂടി ഉണ്ടായിരിക്കണം. നോക്കൂ, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും ഇരിക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ മരിച്ചു പോകും. ഇതുപോലെ ഈ കൊയിലാണ്ടി പ്രദേശത്ത് 100 കണക്കിന് ആളുകൾ ജീവിച്ചിട്ടുണ്ട്. ഒന്നായി കണ്ട് സഹകരിച്ച് സ്നേഹിച്ച് ജീവിച്ചു പോയിട്ടുണ്ട്. അവരാരും ഈ ഭൂമിയിലില്ല. ഒരു 100 വർഷം മുമ്പ്, 125-150 വർഷം മുമ്പ് ജീവിച്ചൊരു മനുഷ്യനും ഇന്ന് ഭൂമിയിലില്ല. അവരിൽ പലരെയും ആരും ഓർമ്മിക്കുന്നു പോലുമില്ല. അങ്ങനെ ഒരു സമയം ഭൂമിയിൽ വരും. നമ്മളെയൊന്നും ഒരു മനുഷ്യൻ പോലും ഓർമ്മിക്കാത്ത വിധത്തിലുള്ള ഒരു കാലം ഭൂമിയിൽ വരും. നമ്മുടെ മക്കളോ പേരമക്കളുടെ മക്കളോ ആയിരിക്കും ഇവിടെ ഭൂമിയിൽ അന്ന് വിരാജിക്കുന്നുണ്ടാവുക. അവർക്ക് നമ്മളെ ഓർക്കാൻ സമയമില്ല. അങ്ങനെയും ഒരു കാലം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അപ്പോൾ ആരാണ് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, അവൻ വിജയിച്ചിരിക്കുന്നു. ജീവിത ലക്ഷ്യമാണ് ഈ പറഞ്ഞത്. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലെത്തിപ്പേരുകയും ചെയ്യുന്ന ആള് വിജയിക്കുന്നു. അപ്പോ വിശുദ്ധ ഖുർആൻ നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ അങ്കബൂത്തിൽ, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹ്വും വലഇബ് വഇന്നദ് ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. ഈ ഐഹിക ജീവിതം കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. കളിയും വിനോദവും തുള്ളിച്ചാട്ടവും ആസ്വാദനവും നൃത്തവും സംഗീതവും അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ഒരു വേദി എന്നതിനപ്പുറം ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ പരലോകം തന്നെയാണ് കേട്ടോ യഥാർത്ഥ ജീവിതം. അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ പരലോകമാണ് പ്രധാന ജീവിതം, സുപ്രധാനമായ ജീവിതം എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ആ വിഷയത്തിലേക്ക് കൂടുതലൊന്നും കടക്കുന്നില്ല. ഇങ്ങനെ
നമ്മൾ ഈ ഭൂമി ലോകത്ത് ചിരിച്ചും കളിച്ചും വിനോദം ആസ്വദിച്ചും കൊണ്ട് ജീവിക്കുക എന്നതിനപ്പുറമുള്ള ഒരു ദൗത്യ നിർവഹണം നിർവഹിക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ടായിരിക്കെ, നമ്മുടെ വീട്ടിലുണ്ടായിരിക്കെ അവരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് പാടില്ല എന്ന് മതം പറയുകയാണ്. അവരെയും സംരക്ഷിച്ചുകൊണ്ട്, അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അവരെയും സന്മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവേണ്ടത്. മരണം എന്നുള്ളത് ഏത് സമയത്തും സംഭവിക്കും. ഖുർആൻ അങ്ങനെ പറയാൻ, എവിടെയായിരുന്നാലും സംഭവിക്കും. ഈ ഭൂമി ലോകം വിട്ടങ്ങ് ആകാശത്തിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതായിരുന്നാലും മരണം പിടികൂടുക തന്നെ ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളെ ഹൃദയസ്തംഭനം മൂലം ഫ്ലൈറ്റിൽ മരണപ്പെട്ടു എന്നൊക്കെ വാർത്ത. എവിടെ നിന്നും ഏത് സമയത്തും മരണം പിടികൂടുക തന്നെ ചെയ്യും. നമ്മളറിയാത്ത വിധത്തിൽ ഈ അടുത്ത നിമിഷം എനിക്ക് മരണം ഉണ്ടോ ഇല്ലത് എന്നത് എനിക്കറിയില്ല. എത്രയോ വിശുദ്ധരന്മാർ, ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കെ തളർന്നു വീണ് മരിച്ചു പോയിട്ടുണ്ട്. രോഗികളെ മരണത്തിന് രക്ഷപ്പെടുത്താനുള്ള അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് അവർ. പക്ഷേ അവർ അപ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചുപോയ സംഭവങ്ങളുണ്ട്. മരണം ആർക്കും പിടികിട്ടാൻ കഴിയാത്ത ഒന്നാണ്. നമ്മളെപ്പം മരിച്ചു പോകുമെന്ന കാര്യം നമുക്കറിയുകയേ ഇല്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടാകുമ്പോൾ മരിക്കുമല്ലോ, അപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധയിലേക്ക് വരിക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മറക്കും. ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോയാലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതങ്ങ് മറക്കും. എന്നാൽ ഇതൊന്നും മറക്കരുതേ എന്നാണ് ഖുർആൻ നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക്, അവർക്ക് അവതരിപ്പിച്ചു കിട്ടിയ സത്യത്തിലേക്ക് കീഴടങ്ങാൻ തിരിച്ചു കൊണ്ടുവരാൻ സമയമായില്ലേ? എപ്പോഴാ? നോമ്പ് 1 തുടങ്ങി 22 ചോദിക്കുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ്. നോമ്പ് 1 തുടങ്ങി 22 നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഖുർആൻ പഠിക്കാൻ? നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഈ മാസത്തിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ? നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഈ മാസത്തിൽ പുണ്യം വാരിക്കൂട്ടാനെന്ന് നമ്മോട് ഖുർആൻ ചോദിക്കുക. സമയമായില്ലേ ചോദിക്കാൻ? എപ്പോഴാ? പിന്നെ എപ്പോഴാ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബി മിൻ ഖബ്ലി. തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ? മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരുപാട് സമൂഹം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. അവരൊക്കെ ആ ഗ്രന്ഥത്തെ, ആ കൽപ്പനകളെ, ആ സത്യങ്ങളെ അവഗണിച്ചു ജീവിച്ചു. അവരൊക്കെ അതിനെ കൈയൊഴിഞ്ഞു കളഞ്ഞു. അതുപോലെ ആയിപ്പോകല്ലേ, നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമായില്ലേ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കണം. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ, എൻ്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ മാതാപിതാക്കളെ സംരക്ഷിക്കണം, അവരെ ചേർത്ത് പിടിക്കണമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. എന്തിനാ വിശുദ്ധ ഖുർആൻ? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നമുക്ക് സ്നേഹമില്ലേ? ഉണ്ടല്ലോ. അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും എന്തേ ഖുർആൻ ഇത് പറയാൻ കാരണം? ഒരു വേള ഒരു 10-30 വർഷം മുമ്പ് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം പറയാൻ കഴിയും, നമുക്ക് ഉത്തരം പറയാൻ കഴിയും. 100 കണക്കിന് വൃദ്ധസദനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് എത്രയോ മക്കൾ അമ്മയുടെ സ്വത്ത് തൻ്റെ പേരിലാക്കിയിട്ട് അമ്മയെ തെരുവിൽ വലിച്ചെറിഞ്ഞ വാർത്ത ഈ അടുത്ത ദിവസം, ഈ റമദാനിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ നിഷ്കരണം ഉപദ്രവിച്ചും ജീവിക്കുന്ന 100 കണക്കിന് മക്കൾ ഇവിടെയുണ്ട്. മദ്യം അതിനൊരു കാരണമാണ്, പണം അതിന് മറ്റൊരു കാരണമാണ്. ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ അല്ല വിശ്വാസിക്കുണ്ടാവേണ്ടതെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവരിൽ ഒരാളോ 2 ആളുമോ തളർന്ന അവശനായി പോയാൽ
അവരെ സംരക്ഷിക്കണം, ചേർത്ത് വെക്കണം. കാരുണ്യത്തിന്റെ ചിറകുകൾ അവരുടെ മേലിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല, അവരോട് ഒരു മോശപ്പെട്ട വാക്കും, കണ്ണ് തുറിച്ചുകൊണ്ടുള്ളൊരു വാക്ക്, പല്ല് ഞെരിഞ്ഞമർത്തിക്കൊണ്ടുള്ള ഒരു നോട്ടം പറ്റൂല. ഛേ എന്ന് പോലും പറയരുത്. വലാത്തക്കുല്ല ഉമ ഉഫിൻ ഛേ എന്ന് പോലും പറയരുത്. നോക്കൂ, മാതാപിതാക്കൾ അവരവസരാണ്, കട്ടിലിൽ കിടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക ആവശ്യങ്ങൾ അവർക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ നിർവഹിച്ചു കൊടുക്കുമ്പോൾ, പുഞ്ചിരിയോടെ അത് നിർവഹിച്ചു കൊടുക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന സംതൃപ്തി വലുതാണ് പ്രിയപ്പെട്ടവരെ. അല്ല, ദേഷ്യത്തോടെയും തൃപ്തിക്കുറവോടെയുമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അവരുടെ മനസ്സ് കരയുകയായിരിക്കും. നമുക്കത് മനസ്സിലാവൂല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒരു ഘട്ടത്തിലും അവരെ പ്രയാസപ്പെടുന്ന ഒരു സമീപനവും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. കാരണം നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട്, മാതാപിതാക്കൾ ജീവിക്കുന്നു. ഈ വിഷമഘട്ടത്തിലേക്ക് എല്ലാ മാതാപിതാക്കളും എത്തിച്ചേരും. നമ്മളും പിതാക്കളാണ്, നമ്മളും എത്തിച്ചേരുന്ന അത്തരം ഘട്ടങ്ങൾ. ആ ഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ നമുക്ക് സഹായിയായി ഉണ്ടാവണം. മനുഷ്യബന്ധത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് ഇവിടെ ഖുർആൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറ്റാരും പറഞ്ഞിട്ടില്ല ഇவ்விധത്തിൽ മാതാപിതാക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന കാര്യം. ലോകത്ത് മറ്റാരും പറയാത്ത ഒരു വലിയ വർത്തമാനമാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കുക. ആവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധം, ഞാൻ മനുഷ്യബന്ധങ്ങളെ കുറിച്ച് പറയുകയാണ്. ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധം പവിത്രമാണ്. അവർക്കിടയിൽ നീരസമുണ്ടാകുന്ന ഒരു സ്വഭാവവും തമ്മിൽ ഉണ്ടാക്കരുത്. മക്കളെ വളർത്തുന്ന കാര്യം, മക്കളുമായുള്ള ബന്ധങ്ങൾ, അതുപോലെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ട്. സഹോദരന്മാർ, സഹോദരിമാർ, അങ്ങിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ബന്ധങ്ങൾ. അവയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഒരു വിശ്വാസി ഭൂമിയിൽ ജീവിക്കാൻ. ഓക്കെ, മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ ചേർത്ത് പിടിക്കുക, മനസ്സിലാക്കാം. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ് അയൽക്കാരോടുള്ള ബാധ്യത. വിശുദ്ധ ഖുർആൻ പറയുകയാണ് മനുഷ്യന്മാരുമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഉള്ളവരോടുള്ള ബാധ്യത. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം കേട്ടോ. വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനി, നോക്കണം ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും. ബന്ധുക്കൾ നമുക്കറിയാം, ബന്ധത്തിൽപ്പെട്ട ആളുകളായിരിക്കും, നമുക്കറിയാവുന്നവരാണ്. അനാഥകളോടും പാവപ്പെട്ടവരോടും ആരാ? നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളായിക്കൊള്ളണമെന്നില്ല, ഏതോ ആളായിരിക്കാം. പലരും ഇവിടെ പിരിവിന് വരുന്നില്ലേ? നമ്മുടെയൊക്കെ പലരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് സഹായിക്കുന്നില്ലേ? നമുക്കവരെ അറിയില്ല, അവരെ ചിലപ്പോൾ നമ്മൾ കാണുക പോലുമില്ല. അവരവിടെ വെച്ച് നമ്മുടെ 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ, 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. അതല്ലാതെ മറ്റൊന്നും ഈ സൽക്കർമ്മങ്ങൾ കൊണ്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാവങ്ങളെ സഹായിക്കണം, ദരിദ്രരെ സഹായിക്കണം. പിന്നെ പറയാണ് ബജാരിദിൽ ഖുർബാ, കുടുംബ ബന്ധമുള്ള അയൽപ്പക്കം സഹോദരന്മാരൊക്കെ ആയിട്ട് ജീവിക്കുന്നവരല്ലേ. ഞാൻ വീടെടുത്ത്, എൻ്റെ അനുജൻ അപ്പുറം വീടെടുത്ത്, അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അടുത്തുള്ള ബന്ധുക്കളുമായി ഒരിക്കലും തെറ്റിപ്പിരിയരുത്, അകലരുത്. അവസാനിപ്പിച്ചില്ല. അയൽക്കാരോടുള്ള ബാധ്യത പറയുന്ന കൂട്ടത്തിൽ പറയാണ് വജാരിൽ ജുനുബ്. ആരാണത്? അന്യരായ അയൽക്കാർ എന്ന് പറഞ്ഞാൽ ആ കുടുംബക്കാരല്ല, നമ്മുടെ മതവിശ്വാസികളല്ല, വേറെ. ഈ രാജ്യത്ത്, ഈ ബഹുസ്വര രാജ്യത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അവരെ പോലും പരിഗണിക്കണം, അവരെ പോലും ശ്രദ്ധിക്കണം. അവർ പോലും പട്ടിണി കിടക്കുന്ന, അവർ പോലും ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥ നീ അടുത്തുണ്ടായിരിക്കെ പാടില്ല കേട്ടോ എന്ന് ഖുർആൻ പറയാ. അതുപോലെ സഹവാസികളോടും വഴിപോക്കനോടും. ആരായി വഴിപോക്കൻ? ഈ കൊയിലാണ്ടിയിൽ ഒരാൾ എത്തിപ്പെട്ടിട്ട് ഈ പള്ളിയിലേക്ക് വരിക, ഞാൻ ഇന്നാലും സ്ഥലത്ത് നിന്ന് വരിക, എനിക്ക് യാത്ര ചെയ്യാൻ വീട്ടിലേക്ക് എത്താൻ പൈസയില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ പരിഗണിക്കണം. അറിയില്ല, എവിടുത്തുകാരന അറിയില്ല,
പിന്നെ കാണുമോ അറിയില്ല. അയാളെ പോലും സഹായിക്കണം, അയാളോട് പോലും നീരസമുണ്ടാവരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അപ്പോൾ മനുഷ്യന്മാരൊക്കെയായിട്ട് വല്ലാത്തൊരു ബന്ധം നിലനിർത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആന്റെ സന്ദേശം മോശമാണോ? വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലേക്കുള്ള ഈ എന്താ പറയുക, ഗ്രാന്ഥകാരത്തിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന ഖുർആന്റെ ഈ വചനങ്ങൾ തിരിച്ചറിവ് നൽകുന്നതല്ലേ? എത്രമാത്രം വിശാലമായ കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ ഇതുവഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ആയത്തുകളൊന്നും ഓതുന്നില്ല, എൻ്റെ സമയം അവസാനിക്കാറായി. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഒരു ജൂത മഠം, ക്രിസ്തീയ ചർച്ച്, അമ്പലം പോലുള്ളവ ഇവിടെ സംരക്ഷിച്ച് നിർത്താനുള്ള സംവിധാനം അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. അതുമേ കയറി കളിക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ പള്ളിയും, അല്ലാഹുവിനെ ഒരുപാട് ഓർത്തുകൊണ്ടിരിക്കുന്ന പള്ളിയും അവയൊക്കെ സംരക്ഷിക്കാനുള്ള സന്തുലിതാവസ്ഥ ഇവിടെ നിലനിർത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയിമ്മയിലേക്ക് കയറി കളിക്കരുതേരാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് നമുക്കറിയാം. മതത്തിലൊരു നിർബന്ധവുമില്ല. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ആ വിശ്വാസം ജനങ്ങളിൽ എത്തിക്കുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ അവർ വിശ്വസിക്കാം, സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിക്കാം. ഇതാണ് ഖുർആന്റെ സന്ദേശം. ഈ ഖുർആന്റെ സന്ദേശം ഒരിക്കലും ആളെ അടിമപ്പെടുത്താനോ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ആക്രമിക്കാനോ ഉള്ളതല്ല. ഇത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അതനുസരിച്ച് ജീവിക്കാം എന്ന പാഠവും, അതറിയാതെ പോയ ആളുകളിലേക്ക് ഈ സത്യം എത്തിക്കണമെന്ന നിർദ്ദേശവുമാണ് ഖുർആനിലുള്ളത്. അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ നടന്നു പോകുമ്പോൾ ഇപ്പൊ അല്ലാതെ തന്നെ നമ്മൾ കാണാം അല്ലേ, പലപ്പോഴും നമ്മൾ കാണാം ബൈക്കുമായിട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാതെ ഒരു ചങ്ങായി വരുമ്പോൾ ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ പോരെ നമ്മൾ സിഗ്നൽ ഇട്ട് കൊടുക്കും. പോലീസ് ഉണ്ട്, അങ്ങോട്ട് പോകണ്ടാന്ന്. അങ്ങനെ സിഗ്നൽ ഇട്ട് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോയി ഫൈന് കെട്ടുക എന്നുള്ള നിയമം ഇരിക്കട്ടെ. അതുവരെ അവിടെ വരെ നമ്മൾ ആരോരാൾ ബൈക്കിൽ വരുന്ന കണ്ടാൽ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലേ? അതേപോലെ തന്നെയാണ് നരകക്കുണ്ടിൽ വീണു പോകുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം. അത് പറയുകയാണ്, അതവർക്ക് എത്തിക്കുകയാണ്. അതിലപ്പുറം ഒരു നിർബന്ധവും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ അവർ സ്ഥാപിച്ചെടുത്ത അവിടുത്തെ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയ്യേറ്റവുമായി പോകരുത്. അതിനെ അനാദരിക്കുന്ന സമീപനവും ഉണ്ടാവരുത്. ഇപ്പൊ ഖുർആന്റെ കാഴ്ചപ്പാട് എത്ര വിശാലമാണ്. ഈ മതേതര, ഈ ബഹുസ്വര ലോകത്ത്, ഈ രാജ്യത്ത് എത്രമേൽ സ്പഷ്ടവും വ്യക്തവുമായ നിർദ്ദേശമാണ് ഖുർആൻ നൽകിയിരിക്കുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, നമ്മളുമായി ഇങ്ങനെ മിങ്കിളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരോടൊക്കെയുള്ള സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുക എന്നതോടൊപ്പം ഇതര വിശ്വാസികളെ അയൽക്കാരനാണെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെയും അല്ലെങ്കിലും പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടും അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കണമെന്ന് കൂടി ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ അതുപോലെ ബന്ധം മുറിച്ചു കളയുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ബന്ധം മുറിച്ചു കളയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ തീരുമാനമാണ്. നാളെ മഹ്ശറയിൽ അമലുകളൊക്കെ ചെയ്തുകൊണ്ട് ഓരോ വിശ്വാസിയും എത്തിപ്പെടും. അവൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കപ്പെടും. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ അവിടെ തടയപ്പെടും. കാരണം അവർ ദുനിയാവിൽ വെച്ച് ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച മാതാപിതാക്കള്, ഭാര്യ, മക്കള്, സഹോദരങ്ങള്, അയൽക്കാര്, കുടുംബക്കാര്, ഇവരൊക്കെയായുള്ള ബന്ധങ്ങൾ അപ്പടി മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗപ്രവേശമില്ല, അവർക്ക് സ്വർഗപ്രവേശമില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരായത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സൂറത്ത് ഫുസ്സിലത്തിലെ 53-ാമത്തെ ആയത്താണ്. ഈ ഖുർആൻ, നമ്മുടെ ഖുർആന്റെ വെളിച്ചമാണ് നമ്മുടെ വിഷയം. ഈ ഖുർആൻ സത്യമാണെന്ന് നമ്മൾക്ക് വ്യക്തമാക്കത്തക്ക വിധത്തിൽ ദിക്കുകളിൽ പരിസരങ്ങളിൽ, നാടുകളിൽ, രാജ്യങ്ങളിലൊക്കെ തന്നെ തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമല്ല, അവരിൽ തന്നെയും നമ്മിൽ തന്നെയും ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമത്. നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമത്. ഒരു നയാ പൈസയിൽ ചെലവില്ലാതെ
എത്രയധികം അത്ഭുതപരമായ ഒരു സംവിധാനമാണ്, ഒരുക്കമാണ് നമുക്കിവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്നത്. നമ്മളൊക്കെ പള്ളിയിലേക്ക് നടന്നു വന്നവരല്ലേ? ഈ 2 കാലിൽ നടന്നു വന്നവരല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഭാരവും ഒക്കെ താങ്ങിക്കൊണ്ട് ആ സ്റ്റെപ്പ് കയറി വുദുവെടുത്ത് ഇനി മൂത്രമൊഴിക്കാൻ പോകുന്നവർ ഇരുന്ന് മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് വുദുവെടുത്ത് ഇവിടെ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചു, ളുഹർ നമസ്കരിച്ചു, ശേഷം സുന്നത്ത് നമസ്കരിച്ചു. വേറൊരു വിഷമം നമുക്കില്ല. വിഷമമില്ല. ശാരീരികമായ പ്രയാസമുള്ള ആളുകളുണ്ട്, അത് വേറെ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അസൗകര്യമില്ല. നമ്മൾ പോകും, അസറിന് വീണ്ടും വരും, മഗ്‌രിബിനും ഇശാക്കും വീണ്ടും വരും. ഒരു ബുദ്ധിമുട്ടുമില്ല. അത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ ഈ സഞ്ചാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 കാലിൽ നടക്കുന്ന ഒരു പൂച്ച, 4 കാലിൽ നടക്കുന്ന പൂച്ച റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക. എങ്ങനെയെന്നറിയോ? ആ 2 കാല് കൊണ്ട് മാത്രം, ആ 2 കാല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഐസ്ക്രീമോ മറ്റോ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടാൽ അത്ഭുതപ്പെടില്ലേ? നമ്മൾ വിസ്മയിക്കില്ലേ? നമ്മൾ അതിൽ 5 പൂച്ചയാണെങ്കിലും ഒന്നിച്ച് നടന്നു വരിക. 2 കാലിൽ നടന്നു വരികയാണെങ്കിൽ ഒലി പോകുന്ന കഥയും പറഞ്ഞ് ചിരിച്ച് ഒരു 10 പൂച്ച ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടാൽ അത്ഭുതമാണ് ആ വാർത്ത. ലോകം തന്നെ കോരിത്തരിക്കുന്ന വാർത്തയായിരിക്കും അത്. സോഷ്യൽ മീഡിയയിൽ അത് വൈറലാവും. നമ്മളൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങ് എത്തിച്ചു കൊടുക്കും എല്ലാ ഭാഗങ്ങളിലും. അത്ഭുതകരമാണ് കാര്യം. ശരിക്കും അതല്ലേ നമ്മൾ നിർവഹിക്കുന്നത്? നമ്മൾ നടക്കുന്നത് അതല്ലേ? നമ്മൾ ജനിച്ചപ്പോഴേ ഇത് കണ്ടു എന്നുള്ളത് കൊണ്ട് നമുക്കതൊരു വിസ്മയമോ അത്ഭുതമോ ആയി അനുഭവപ്പെടുന്നില്ല. പക്ഷെ അതല്ലേ ഇവിടെയും നടക്കുന്നത് പ്രിയപ്പെട്ടവരെ? എത്ര അത്ഭുതകരമായിട്ടാണ് മനുഷ്യന് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം വഴിയെ അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്ന് നീ തിരിച്ചറിഞ്ഞേക്കുക. അപ്പോ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ, എന്റെ ഹൃദയമിടിപ്പ്, എന്റെ രക്തധമനി, എന്റെ സിരകൾ, എന്റെ ശരീരത്തിലെ കോശങ്ങൾ, അതിന്റെ സംവിധാനങ്ങൾ, അതിവിടെ നിർവഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു പൈസയുടെ ചെലവില്ലാതെയാണ് അള്ളാഹു ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ഇതിന് കണക്ക് ബോധിപ്പിക്കണം. എനിക്ക് തന്ന കണ്ണിന് നമ്മുടെ ഒരാൾക്കൊരു പുതിയൊരു കണ്ണ് വെച്ച് കൊടുക്കണമെങ്കിൽ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറുപ്പ് വേണം? അപ്പോ ഈ കണക്കുകളൊക്കെ, ഇതിന്റെ ഒക്കെ കണക്ക് നിനക്ക് ഞാൻ വെറുതെ തന്ന കണ്ണും കാതും ചിന്തയും ശരീരത്തിലെ സംവിധാനങ്ങളും ദഹനേന്ദ്രിയവും തുടങ്ങി എല്ലാം കണക്ക് വെച്ച് നാളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരം നമ്മളൊക്കെ അഭിമുഖീകരിക്കാൻ പോവാം. ആ സന്ദർഭത്തെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഖുർആൻ നൽകിയിരിക്കുന്നത്. ആ ഖുർആനോടുള്ള നന്ദിയാണ് ഈ റമദാനിൽ നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ നമ്മൾ അറിയണം, അത്ഭുതകരമായ നമ്മുടെ സംവിധാനങ്ങളെക്കാൾ അത്യത്ഭുതകരമാണ് ഖുർആൻ. അതിനെ കൈയൊഴിച്ചു പോകരുത്. റമദാനിലൊഴിച്ച് റമദാനല്ലാത്തപ്പോ ഇതിനെ മാറ്റിവെക്കരുത്. അത് നമ്മുടെ ജീവിതമായി കെട്ടുപിണഞ്ഞു കിടക്കണം. അவ்விധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.